ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഫസ്റ്റ് തന്നെ ഞാൻ സോറി പറയുകയാണ്. കാരണം വീഡിയോ കുറച്ച് ലാഗ് അടിപ്പിച്ച് അങ്ങനെ കുറേ വീഡിയോസ് ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല, അടുപ്പിച്ച് കാരണം കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം. ഇനിയിപ്പോൾ അധികം പണിയൊന്നും ഇല്ല. ഓക്കെ, അടുത്ത മാസം വരെ ഞാൻ ഫ്രീ ആണ്. എനിക്ക് അടുത്ത മാസമൊക്കെ നമ്മുടെ കോളേജൊക്കെ തുടങ്ങത്തുള്ളൂ. അപ്പം അടുത്ത മാസമൊക്കെ നമ്മുടെ അഡ്മിഷൻ ആകത്തുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ ഓരോ വീഡിയോസൊക്കെ ചെയ്യാം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് പോകാമെന്ന് വെച്ചു. അത് അതിൻ്റെ ഒരു പരിപാടി നടക്കുകയായിരുന്നു. ഓക്കെ, അപ്പം നേരെ വീട്ടിലേക്ക് പോയാലോ. ഹൗ ടു റീഡ് NCERT ലൈക്ക് എ പ്രോ. ഗൈസ്, ഇതെൻ്റെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കാണ്, പഴയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം നേരെ കണ്ടത്തിലേക്ക് പോകാം, കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, കണ്ടന്റ് ആണ് ഉദ്ദേശിച്ചത്. പാളി കട്ട്. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് NCERT പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് മാത്സിന്റെ NCERT. നിങ്ങൾ മറ്റ് NCERT എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് നോക്കേണ്ട ഒരു സംഭവമാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇന്ന് NCERT ചെയ്തിരിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇറ്റ്സ് മാത്സ്. ഈ മാത്സിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ NCERT വിട്ടുള്ള വേറെ കളിയൊന്നുമില്ല മക്കളെ. NCERT വിഴുങ്ങുക അത്ര തന്നെ. കാരണം NCERTയിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എക്സസൈസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് കുറച്ച് NCERT എക്സസൈസുകൾ, കുറെ എക്സസൈസ് 1.1, 1.2, 1.3, 1. അങ്ങനെ പോകും. എനിക്കൊരു ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ഒന്നും അധികം, തേർഡ് ചാപ്റ്റർ കുറച്ച് കൂടുതലായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ ഈ മാത്സിന്റെ NCERT എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറയും, എക്സസൈസ് വൈസുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മൊത്തം വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ NCERT നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബക്കിൽ ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് എഴുതിയാൽ മതി. എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്യാം. എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1.1, 1.2 എന്നൊക്കെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് പലരും കാണിക്കുന്ന ഒരു മണ്ഡലത്തിലാണ്. എനിക്ക് മാത്സിന് ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ വലിയ അഭിമാനത്തോടെ പറയുന്നത് എനിക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിന് ഇവിടെ നിന്ന് നോട്ട് ഉണ്ട്, പിന്നെ ഇനി ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യമൊന്നും ഇല്ല, അങ്ങനെയൊക്കെ പറയും. മണ്ടത്തര കാണിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നിങ്ങൾ വാങ്ങണം. വാങ്ങിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. കാരണം NCERT നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പാറ്റേണൊക്കെ അനുസരിച്ച് നോക്കുവാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ഉദ്ദേശിച്ചത് ഈ 2024 വരെയുള്ള ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നെയായിരുന്നു. വലിയ പാറ്റേൺ ചേഞ്ച് ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും വരുന്നില്ല. ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ലായിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മോഡലും പഠിച്ചോണ്ട് പോയാൽ പുഷ്പം പോലെ പാസ്സാവുന്ന പരീക്ഷയായിരുന്നു. ബട്ട് ഇത് വിത്ത് ഡിഫറെൻറ്റ് 2025 ബോർഡ് എക്സാം ആണ്, കുറച്ച് റിപ്പീറ്റായിരുന്നു. അപ്പം ഈ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ലാത്തവന്മാർ വെള്ളം കുടിക്കുക, ഞാൻ ഉൾപ്പെടെ തന്നെ നമുക്ക് ലാസ്റ്റ് ടൈം NCERT ചെയ്ത് തീർക്കാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ NCERTയിലെ എക്സസൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഈ NCERTയിലെ എക്സസൈസ് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഫസ്റ്റ് ഞാൻ പറഞ്ഞു എക്സസൈസ് വൈസുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിസ്സീനിയസ് എക്സസൈസ് കൂടെ ചെയ്യുക. എന്തിനാ ഞാൻ മിസ്സീനിയസ് എക്സസൈസ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ കണ്ടോളെ കോൺസെപ്റ്റിലെ നിങ്ങൾ ഇപ്പോൾ ഒരു മാത്സിന്റെ ഒരു ചാപ്റ്റർ നിങ്ങൾ പുപ്പിളി ആവണമെങ്കിൽ നിങ്ങൾ ആ എക്സസൈസ് ചെയ്തിരിക്കണം. ഇതൊക്കെ ഞങ്ങൾക്കൊന്നും മിസ്സീനിയസ് ഒന്നും എടുത്തു തന്നിട്ടില്ല അധികം. ആൻഡ് മിസ്സീനിയസ് അങ്ങനെ ചോദിക്കാറില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇന്ന്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ലാസ്റ്റ് മിനിറ്റ് ഏകന്റെ ക്ലാസ് ഞാൻ കണ്ടായിരുന്നു ഫോളോ ചെയ്തത്. ആൻഡ് ഏകന്റെ ക്ലാസ് ഈ മിസ്സീനിയസ് ഉൾപ്പെടെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം കൈ നിൽക്കത്തില്ല. ലാസ്റ്റ് വെള്ളത്തിൽ വരച്ച പോലത്തെ അവസ്ഥയായിപ്പോയി. വരച്ച അവസ്ഥയായിപ്പോയി. അപ്പം ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തന്നെ നിങ്ങൾ NCERTയിലെ മിസ്സീനിയസ് എക്സസൈസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം.
സി എസ് അങ്ങനെ എടുത്ത് ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പം ഏകന്റെ ക്ലാസ്സസിലൊക്കെ ആണെങ്കിൽ സി എസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എങ്കിലും സി എസ് ഞാൻ ചെയ്യാൻ പറഞ്ഞില്ലേലും അതിന്റെ കൺസെപ്റ്റ്, ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ ഉപ്പുലിയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ എക്സസൈസും എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എൻ സി ആറിന്റെ മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തില്ലേ പോലെ നിങ്ങൾ ഈ സാധനം 3 നേരം വെട്ടി വിഴുങ്ങി ചെയ്താൽ നിങ്ങൾ മാത്സിൽ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. ബട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര മാർക്ക് കുറഞ്ഞത്. സോ അതുകൊണ്ടാണ് ഇതാണ് നിങ്ങൾ വലിയ ഇതായിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് ഇത്രയും വലിയ ടെസ്റ്റാണ്. ഇപ്പം ഇന്റഗ്രേഷന്റെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നോക്കുവാണെങ്കിൽ ഇന്റഗ്രേഷൻ ഞാൻ പറയാം, ഇന്റഗ്രേഷനകത്ത് കുറച്ച് കട്ടിയാണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഇന്റഗ്രേഷൻ എനിക്കിട്ടും ഒന്നും അറിയില്ല. ഇപ്പോഴും എനിക്കൊന്നും അറിയില്ല. ചില ബേസ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. സോ അത് നിങ്ങൾ എൻ സി ആർ ടി ഇന്റഗ്രേഷനൊക്കെ നിങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ടൊന്നും ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പം ഇന്റഗ്രേഷനൊക്കെ എൻ സി ആർ ടി വൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ടോട്ടലി വർത്തിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഈ എൻ സി ആർ ടി വൈസ് നിങ്ങൾ ചെയ്ത് പോവുക. ഇപ്പം ഈ പറഞ്ഞ പോലെ മാത്സിന്റെ എൻ സി ആർ ടി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഒരിക്കലും ഈ ടെക്സ്റ്റ് ബുക്കിലെ ലൈൻ ബൈ ലൈൻ സാധനങ്ങളൊന്നും പഠിച്ചുകൊണ്ട് പോകരുത്. ഓക്കെ, ഇനി ഞാൻ പറയാലോ, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഈ തിയറം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ കാണിച്ചു തരാം. തിയറം കാണാം. ഈ തിയറം 1 തിയറം 2 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ തിയറം 1 തിയറം 2 കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പൊ ഗൈസ് മാത്സിന്റെ കാര്യത്തിൽ ഏകദേശം കഴിയുന്ന സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കെമിസ്ട്രിയിലേക്ക് പോവാം. ഗൈസ് മാത്സ് കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കെമിസ്ട്രി ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല. ഞാൻ പറയാം, നിങ്ങളുടെ കെമിസ്ട്രി പരീക്ഷ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് എൻ സി ആർ ടിയിലെ ഏറ്റവും കെമിസ്ട്രിയിലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഇതിനൊക്കെയുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. അതൊക്കെ പൊട്ടെ, അതൊക്കെ നല്ല വിഷയം. ഓക്കെ, എങ്ങനെ എൻ സി ആർ ടി യൂസ് ചെയ്യണമെന്നാണോ? നിങ്ങൾ ഈ ഫിസിക്കൽ കെമിസ്ട്രീസ് ലൈക്ക് സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ ലൈൻ ബൈ ലൈനെ വായിച്ചു പോവുക. എൻ സി ആർ ടി എന്തിനാ എൻ സി ആർ ടി വായിക്കാൻ പറഞ്ഞു വെച്ചാൽ, ലൈക്ക് ഇപ്പം നിങ്ങളുടെ എൻട്രൻസിനാണേലും കീമിനാണേലും അത് ഭയങ്കര യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ എൻ സി ആർ ടിയിലെ ലൈൻ ബൈ ലൈൻ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതും അത് നോട്ടിൽ തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എൻ സി ആർ ടിയിൽ കുറച്ച് വായിക്കുന്ന സംഭവം അധികം മനസ്സിലാകത്തില്ല. പക്ഷെ സംഭവം വായിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ലെവല്, ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ നോട്ട് ബുക്കിലെ സാധനം ഒന്ന് പഠിച്ചു, ഈ ടെക്സ്റ്റ് ബുക്കിലെ സാധനം ഒന്ന് വായിച്ചു, നമുക്കത് സെറ്റ് ആവും. പിന്നെ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ ഈ സൊല്യൂഷൻസും ഫിസിക്കൽ കെമിസ്ട്രിക്കായിട്ട് കുറച്ച് കൂടുതലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽസ്, ഓസ്മോട്ടിക് പ്രഷറിന്റെ പ്രോബ്ലംസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ കുറെ, 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടില്ലേ? 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ സംഭവങ്ങൾ മൊത്തം, അതിന്റെ പ്രോബ്ലംസ്, അതിന്റെ ഇത് ലൈക്ക് അതിന്റെ ഓരോ ടോപ്പിക് വൈസുള്ള പ്രോബ്ലംസ് ഈ എൻ സി ആർ ടിയിലെ ഇൻഡെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ എന്താണ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനകത്ത് 2-3 എണ്ണത്തിന് ഈസി ആയിട്ടുള്ള ഈ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. ഒത്തിരി ടഫ് എന്ന് പറഞ്ഞാൽ പക്ഷെ അത് ചെയ്യുന്നത് നല്ലതാണ്. കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒത്തിരി സ്ട്രെസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെ, പിന്നെ ബാക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ കഴിയുമ്പോൾ എക്സസൈസ് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുവാണ് എളുപ്പമാണ് കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രി നിങ്ങൾ സത്യം പറഞ്ഞാൽ കൂടുതൽ എൻ സി ആർ ടി തന്നെ ഫോളോ ചെയ്യാനേ ഉള്ളൂ. അധികം പുറത്തുനിന്നൊന്നും അങ്ങനെ ചോദിക്കുന്ന വെച്ചാൽ നമുക്ക് ആ ഒരു അബദ്ധം പറ്റിപ്പോയി, നമ്മളോട്ട് പ്രതീക്ഷിക്കാതെയുള്ള എക്സാം പാറ്റേൺ ആയിപ്പോയി. അതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് ഡെഫിനേഷൻസും കാര്യങ്ങളും ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻസ് എഴുതി പഠിക്കാം. ഓക്കെ, അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഇൻഡസ്ട്രി ക്വസ്റ്റ്യൻ്റെ ഒക്കെ സീരീസ് പിന്നെ കുഴപ്പമില്ലാതെ വരും. ഓക്കെ, ഇതൊക്കെ ഞാൻ ചെയ്യാതെ പോയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ഒരു കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു, അവർക്ക് കെമിസ്ട്രിക്ക് ഫുള്ളുള്ള ഒരു കൂട്ടുകാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു തന്നതാണ് ഇതൊക്കെ. അപ്പം ഓക്കെ, ഇതാണ് എനിക്ക് എൻ സി ആർ ടിനകത്തുനിന്നുള്ള കുറേ പറയുന്നത്. ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, എന്താണ് ഇൻഓർഗാനിക് കെമിസ്ട്രി. ഈ ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഇവിടുത്തെ ചാപ്റ്ററൊക്കെയാണ് ഇൻഓർഗാനിക് കെമിസ്ട്രി. ഈ ഇൻഓർഗാനിക് കെമിസ്ട്രി അത്യാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അധികം ചോദിക്കുന്നത്. എക്സെപ്ഷണൽ കേസസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ എക്സെപ്ഷണൽ കേസസ് ഒക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നല്ല കുറവായിരിക്കണം. കുറച്ച് ഈ ലെവല് കൂട്ടി ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ പറയുവാണെങ്കിൽ ഈ എൻ സി ആർ ടിയിലെ കുറച്ച് പർട്ടിക്കുലർ ലൈനായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കത്തുള്ളൂ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചു ഒന്നും അറിയാത്തവന് വിട്ട് എന്താ പറയാനാ, നമുക്ക് പറ്റിയ അപ്പുറം നിങ്ങൾക്ക് പറ്റരുത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. കെമിസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, എക്സസൈസ് ക്വസ്റ്റ്യൻസ്, ഇൻഡസ്റ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെന്താ എൻ സി ആർ ടി ലൈൻ ബൈ ലൈൻ വായിക്കും. ലൈൻ ബൈ ലൈൻ ജസ്റ്റ് റീഡ് ചെയ്യാന്നേ ഉള്ളൂ. എനിക്ക് നോട്ട് ഇപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തരും. ഈ വർഷം തൊട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തരുമെന്ന് എനിക്ക് തോന്നുന്നു, തരും. അപ്പം നേരെ കെമിസ്ട്രിയുടെ കേസ് കഴിഞ്ഞിട്ടുണ്ട്. ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ തപ്പിയെടുക്കാം. അതുകൊണ്ട് എനിക്ക് തപ്പിയെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് കാണിക്കുന്നില്ല. അപ്പം ഫിസിക്സിന്റെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ, ഫിസിക്സിന്റെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെസ്റ്റ് ലൈൻ ബൈ ലൈൻ ഒന്നും അധികം വായിക്കണ്ട. ഫിസിക്സിന്റെ ലൈൻ ബൈ ലൈൻ ഒന്നും ഒത്തിരി വായിക്കണം. അത് ഇപ്പോൾ വേസ്റ്റ് ഓഫ് ടൈം എന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ സി ആർ ടിന്റെ ലൈൻ ബൈ ലൈൻ വായിക്കാൻ പോയാൽ ഫിസിക്സിന്റെ ലൈൻ ബൈ ലൈൻ വായിക്കാൻ പണി കിട്ടും. കാരണം വേസ്റ്റ് ആണ്. ടൈപ്പ് ഓഫ് വേസ്റ്റ് ഞാൻ പറയത്തുള്ളൂ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിനകത്തെ കുറേ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണും. ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുമ്പം കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഹയർ ലെവലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജസിനകത്തൊക്കെ കുറച്ച് ഫിഗറൊക്കെ തന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാണും. ഫിഗർ തന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ ആണെങ്കിലും കണ്ടക്ടിവിറ്റി ആണെങ്കിലും ഈസ്റ്റർ ബ്രിഡ്ജിൻ്റെ കുറേ ആപ്ലിക്കേഷനായിട്ട് ക്വസ്റ്റ്യൻസ് കാണും. അതൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ചെയ്താൽ കിട്ടും സുഖമായിട്ട്. ഒരു ജനുവരി ഫെബ്രുവരി ആ ഒരു മാർച്ച് ആ ടൈമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ടൈം കിട്ടത്തില്ല, പോവും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങൾ എൻ സി ആർ ടി പിന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യണമല്ലോ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഓക്കെ, ഞാൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. എൻ സി ആർ ടിയിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസും അഡീഷണൽ ക്വസ്റ്റ്യൻസ് എന്ന സാധനമാണ്. അഡീഷണൽ ക്വസ്റ്റ്യൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് നിങ്ങൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എക്സെപ്ഷനലി ഇപ്പം നിങ്ങൾ ന്യൂമറിക്കൽസ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ടെക്സ്റ്റ് ബുക്കകത്ത് മൊത്തം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം അല്ല നിങ്ങൾ ന്യൂമറിക്കൽസ് വട്ട 0 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. ആൻഡ് റേ ഓപ്റ്റിക്സിനകത്താണ് ഏറ്റവും കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റേ ഓപ്റ്റിക്സ് ആണ്. ഈ റേ ഓപ്റ്റിക്സിന്റെ കേസ് എന്ന് പറയുമ്പോൾ അതിന്റെ എൻ സി ആർ ടിയിലെ പ്രോബ്ലംസ് മൊത്തം വർക്കൗട്ട് ചെയ്യാനുള്ള ചില ചാപ്റ്റേഴ്സ്, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വട്ട് പിടിക്കും. ചില ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല എളുപ്പമായിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ ഫിസിക്സിന്റെ കേസ് ആണെങ്കിൽ എൻ സി ആർ ടി അങ്ങനെ വായിക്കണ്ട. ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ അതിനകത്ത് പക്ഷേ എനിക്ക് ഫിസിക്സ് ഇഷ്ടമാകാൻ കിട്ടണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും തോന്നും. റിഗ്രറ്റുണ്ട്. കാരണം പക്ഷേ വർക്ക് ചെയ്തിട്ടുണ്ട് ഫിസിക്സിന്. എനിക്ക് ഫിസിക്സ് ആയിട്ട് കൂടുതലും വർക്ക് ചെയ്തേ. കെമിസ്ട്രി എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. കെമിസ്ട്രി എനിക്ക് ഓർഗാനിക് ആയിരുന്നു എന്നെ ചതിച്ചത്. പക്ഷെ എനിക്ക് ഓർഗാനിക് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. മറന്നു പോകും. എനിക്കതാണ് ഏറ്റവും പ്രശ്നം, മറന്നു പോകും ഓർഗാനിക്. അപ്പം പിന്നെ ഫിസിക്സിനകത്ത് ഫിസിക്സിനകത്തെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് ഡെറിവേഷൻ സ്റ്റെപ്പ് കാണിക്കും. മക്കളെ ദേവിയിൽ ചത്താലും അത് പഠിക്കരുത്. നോട്ടിലിരുന്ന് പറഞ്ഞാലും അത് വെച്ച് പഠിക്കരുത്. തോറ്റു പോകും നിങ്ങൾ പരീക്ഷയ്ക്ക്. അത്രയ്ക്ക് ആ ലെവലൊന്നും നിങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ചത് അവരെ വായിച്ചു തന്നെ ഒന്ന് മനസ്സിലാകും. ഫിസിക്സിന്റെ ടെസ്റ്റ് വായിച്ചാൽ മനസ്സിലാകത്തില്ല. കെമിസ്ട്രി ഒക്കെ പിന്നെയും വായിച്ചാൽ തന്നെ നമുക്ക് കോൺസെപ്റ്റ് കുറച്ച് മനസ്സിലാവും. പക്ഷെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അത് വായിച്ചെടുത്ത് നിങ്ങൾക്ക് സമയം കറക്റ്റായിട്ടില്ല. തിയറി ആണെങ്കിൽ നോട്ട് ബുക്കിലെ തിയറി നോക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിച്ചിട്ട് വേണമെങ്കിൽ വായിച്ചാൽ മതി. ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ. പക്ഷെ നിങ്ങൾ അതിനായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് മൊത്തം വർക്കൗട്ട് ചെയ്യണം. ആൻഡ് ചില ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ എൻ സി ആർ ടി വായിക്കുന്നത് നല്ലതായിരിക്കും. ചില ചാപ്റ്റേഴ്സ് ലാസ്റ്റ്
2 ചാപ്റ്റേഴ്സ് അങ്ങനെ കാണും. ലൈക്ക് ആറ്റംസ് ന്യൂക്ലിയോന്റെ ചാപ്റ്റർ ഉണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോസ് ഞാൻ പറയാം. അപ്പോഴൊക്കെ NCERT വായിച്ചാൽ മതി. അങ്ങനെ അതിനകത്തൊന്നും അങ്ങനെ ചോദിക്കത്തില്ല, ലൈൻ ബൈ ലൈൻ അങ്ങനൊന്നും എടുത്ത് ചോദിക്കത്തില്ല. പക്ഷെ കെമിസ്ട്രി അങ്ങനെയല്ല, കെമിസ്ട്രി അങ്ങനെ ചോദിക്കും. സോ ഗൈസ്, ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ആയിട്ട് കാണാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നെങ്കിൽ കമൻറ്റ് അടിക്കുക. ഓക്കെ.